ശരിയായപ്പല്ല ശരിയായോ? സൈലന്റ് എടുത്തോ? അതൊക്കെ ക്ലാസ് കൊടുക്കുമ്പോ തന്നെ എടുത്തോളാം. ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നു. പെട്ടെന്ന് നോക്കിയാ ടോപ്പിക് നോക്കി കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. സ്പീഡ് നോക്കിക്കുന്നു. ഒരു പ്രോബ്ലം നമ്മൾ പറഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നത് 122 അല്ലേ? 22 അല്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നോട്ട്ബുക്കിൽ എഴുതിയായിരുന്നോ കോമ്പൗണ്ട്? ആ കോമ്പൗണ്ട് ഞാനും വിട്ടുപോയി. ഏത് കോമ്പൗണ്ട് എഴുതിയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് കോമ്പൗണ്ട് ആണെന്നത്? 2,2-dimethyl butane. 2,2-dimethyl butane. ഫുൾ പേര് ചെയ്തില്ലായിരുന്നു? നെയിം ചെയ്തില്ലായിരുന്നു? ഇല്ല, ചെയ്തില്ല. 2 വരെ റൂൾസ് എല്ലാം പറഞ്ഞോ? എല്ലാ റൂൾസും പറഞ്ഞു കഴിഞ്ഞോ? സെക്കൻഡ് റൂൾ വരെ പറഞ്ഞു. ഇഫ് ടു സം സെയിം ബ്രാഞ്ചസ് ആർ ദേർ, ഡൈ വരും, ട്രൈ. ബ്യൂട്ടേൻ ആണല്ലേ? ബ്യൂട്ടേൻ. ഒരു മിനിറ്റ്. ഓക്കെ, കോമ്പൗണ്ട് CH3 ഇതാണ് കോമ്പൗണ്ട്. ഇതായിരുന്നു കോമ്പൗണ്ട് ആണോ? യെസ്. അപ്പൊ ഇതിൽ നമ്മള് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ. നമ്പറിംഗ് ഒക്കെ ചെയ്തു, മെയിൻ ചെയിൻ കണ്ടുപിടിച്ചു. മെയിൻ ചെയിൻ കണ്ടുപിടിച്ചത് നമുക്ക് സ്ട്രേറ്റ് ചെയിൻ ആണ് മെയിൻ ചെയിൻ കിട്ടിയത്. അതിന് നമ്പർ ചെയ്തു, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്തു. നോക്കോട്ടെ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തു. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോൾ നമ്മൾ 1 2 1 2 3 തേർഡ് പൊസിഷനിൽ രണ്ട്. ഇത് ലോങ് ചെയിൻ ആണെങ്കിൽ ബാക്കി രണ്ട് ബ്രാഞ്ച് ആണ് മുകളിലും താഴെയും വരുന്നത്. CH3 CH. അപ്പൊ 3ലും ഒരു ബ്രാഞ്ച് വന്നു. ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഫസ്റ്റ് നമ്പർ ആയിരിക്കും. ഫസ്റ്റ് 1 2 3 4. സോ 2ലും വന്നു. 2ലും എന്ന് പറഞ്ഞാൽ 2ൽ ഒരെണ്ണം വന്നു, 2ൽ പിന്നെയും വന്നു. ഇത് 2ൽ രണ്ടെണ്ണം ഉണ്ടെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ 2 2 എന്ന് എഴുതി. നമ്മൾ പിന്നെ പറഞ്ഞായിരുന്നു ഇഫ് ടു സെയിം ബ്രാഞ്ചസ് ആർ, രണ്ട് സെയിം ബ്രാഞ്ചസ് ആണ്. CH3 എന്ന് പറഞ്ഞാൽ മീഥൈൽ ബ്രാഞ്ച് ആണ്. രണ്ടും ഇതുണ്ട്, ഒരു CH3, രണ്ടാമത്തെ CH3 മീഥൈൽ ബ്രാഞ്ച്. രണ്ട് സെയിം ബ്രാഞ്ച് വന്നതുകൊണ്ട് നമ്മൾ ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യും. ആ പ്രിഫിക്സ് ആണ് DI. ഡൈ മീഥൈൽ യൂസ് ചെയ്യും. രണ്ട് മീഥൈൽ, രണ്ട് സെയിം ആണ്, രണ്ട് മീഥൈൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് റൂൾ ചെയ്യണ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് ഡിനോട്ട് ചെയ്യണം. പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച് നമ്മൾ പറഞ്ഞു ഏറ്റവും ലോസ് സം എടുക്കണം എന്ന് പറഞ്ഞു. ഇതിൽ സം എടുത്ത് കഴിയുമ്പോൾ ഇത് 6, ഇതിന്റെ സമ്മ് 6 കിട്ടും. സെക്കൻഡ് വണ്ണിന്റെ സമ്മ് 4 കിട്ടും. നമ്മൾ 4 എടുക്കണത് ലോസ് ആൻഡ് 4 ആണ് എടുക്കാൻ പോകുന്നത്. സോ അതിന്റെ രണ്ട് പൊസിഷൻസ് എന്ന് പറഞ്ഞത് 2,2 ആണ്. സോ ആൻസറിൽ 2,2 നമ്പർ കഴിഞ്ഞിട്ട് ഹൈഫൺ ഇട്ടു. ഡൈമീഥൈൽ ബ്രാഞ്ച് ഒക്കെ കഴിഞ്ഞു. രണ്ട് ബ്രാഞ്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി മെയിൻ ജയിലിൽ എത്ര കാർബണേറ്റ് ഉണ്ട് നോക്കാം. മെയിൻ ജയിലിൽ 4 കാർബണേറ്റ് ഉണ്ട്. ഇപ്പൊ വേർഡ് റൂട്ട്, മെത്ത്, എത്ത്, പ്രോപ്പർ, ബ്യൂട്ട് 4 കാർബണേറ്റ് ഉള്ളപ്പോൾ ബ്യൂട്ട് എന്ന് വരും. BUT, ബ്യൂട്ട് അല്ലെങ്കിൽ ബട്ട് എന്ന് വരും. സിംഗിൾ ബോണ്ട്. സോ AME. ആൻസർ 2,2-dimethyl butane. അബിൻ, സാർ, നമ്മൾ ഈ നെയിം ഓഫ് ദ ബ്രാഞ്ച് നോക്കുമ്പോഴല്ലോ ഈ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒരു ബ്രാഞ്ചിലാണ് നോക്കുന്നത്, രണ്ട് ബ്രാഞ്ചിലാണ് നോക്കുന്നത്? ഇത് രണ്ട് ബ്രാഞ്ചസ് ആണ്. ഇതൊരു ബ്രാഞ്ചാണ്, മുകളിലുള്ളത് ഒരു ബ്രാഞ്ചാണ്, താഴെയുള്ളത് വേറെ ബ്രാഞ്ചാണ്. രണ്ടും ഒറ്റ ബ്രാഞ്ച് അല്ല. ഇതൊരു മരം പോലെ ഇങ്ങനെ ഓർത്താണെങ്കിൽ ഈ മരം ഇങ്ങനെ കിടക്കുവാണെങ്കിൽ മരത്തിന്റെ ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ച്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തലയിച്ച് നോക്കണം കേട്ടോ, ശരി നോക്കണം, നല്ല മരം കാണാൻ പറ്റുള്ളൂ.
ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടാവും, മെയിൻ ആയിട്ടുള്ള തടി ഉണ്ടാകും, അതിന് രണ്ട് സൈഡിലായിട്ട് വരുന്നത് രണ്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. ആ രണ്ട് ബ്രാഞ്ചും സെയിം ബ്രാഞ്ച് ആണ്. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. നോക്കി CH3 CH2 CH2 CH3 CH2 CH3 CH3. ഈ കോമ്പൗണ്ട് നോക്കി, ഈ കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ ഒന്ന് കണ്ടുപിടിച്ച്. മെയിൻ ചെയിൻ ഏത് ചെയിനാണ്? അപ്പൊ എല്ലാ പോസിബിൾ ചെയിൻസും നോക്കണം കേട്ടോ. എന്നിട്ട് മെയിൻ ചെയിൻ ഏതാണെന്ന് പറഞ്ഞു തന്നെ. വിച്ച് ഇസ് ദ മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ ഏതാ? മാഹിൻഷ. മെയിൻ ചെയിൻ ഏതാ? മാഹിൻഷ. മെയിൻ ചെയിൻ കേട്ടില്ല. സ്ട്രൈറ്റ് ചെയിൻ ആണോ മെയിൻ ചെയിൻ ആണോ? ബാക്കിയുള്ളവര് സ്ട്രൈറ്റ് ചെയിൻ ആണോ മെയിൻ ചെയിൻ ആണോ? യെസ്, സ്ട്രൈറ്റ് ചെയിൻ മെയിൻ ചെയിൻ ആണ് കേട്ടോ. നോക്കി കാണിച്ചു തരാം. ഇത് മെയിൻ ചെയിൻ ആണെങ്കിൽ 5 കാർബണാറ്റം ഉണ്ടാവും. ഇനി വേറൊരു ചെയിൻ ആണ് ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. അതിലും എത്ര കാർബണാറ്റം ഉള്ളത്? ലെഫ്റ്റിന് ടോപ്പിലോട്ടുള്ളത് 5 തന്നെ. നിങ്ങൾ എങ്ങനെ നോക്കിയാലും 5 കാർബണാറ്റം ഉള്ള ചെയിനാണ് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കി, ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ്. അതിൽ എത്രയേ ഉള്ളൂ? അതിൽ എത്ര കാർബണാറ്റം ഉണ്ട്? എല്ലാം നോക്കണം കേട്ടോ. 5 കാർബണാറ്റം ഉണ്ട്. സോ മാക്സിമം 5 കാർബണാറ്റം ഉള്ള ചെയിനാണ് ഉള്ളത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ചെയിൻ എടുത്താൽ മതി. ഏത് ചെയിൻ എടുത്താലും എല്ലാത്തിലും സെയിം നെയിം വരുള്ളൂ. അപ്പൊ സ്ട്രേറ്റ് ചെയിൻ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു. സ്ട്രേറ്റ് ചെയിൻ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ബ്രാഞ്ചസ് ആണ്. ഓൾ അതർ കാർബണാറ്റംസ് ആർ ട്രീറ്റഡ് ആസ് ബ്രാഞ്ചസ്. ബാക്കി എല്ലാം ബ്രാഞ്ചസ് ആണ്. അപ്പൊ ഇതൊരു ബ്രാഞ്ച് ആണ്, ഇത് വേറെ ബ്രാഞ്ചാണ്. ഇത് രണ്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. ഞാൻ നോക്കിക്കുന്നു. ഈ ബ്രാഞ്ചില് ഫസ്റ്റ് മുകളിലുള്ള ബ്രാഞ്ചില് ഈ ബ്രാഞ്ചിന്റെ പേരെന്താ? മുകളിലുള്ള ബ്രാഞ്ചിന്റെ പേര്, 2 കാർബണാറ്റുള്ള ബ്രാഞ്ചിന്റെ പേര് ഈത്തൈൽ ബ്രാഞ്ച് ആണ്. മുകളിലുള്ളത് ഈത്തൈൽ ബ്രാഞ്ച് ആണ്. താഴെ ഉള്ളതോ 1 കാർബണാറ്റുള്ള ബ്രാഞ്ച് മീത്തൈൽ ബ്രാഞ്ച്. മീത്തൈൽ ബ്രാഞ്ച് ആണ്. രണ്ട് ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. മുകളിൽ കണ്ടതുപോലെയല്ല. മുകളിൽ കണ്ടതാണെങ്കിൽ നോക്കി, രണ്ട് സെയിം ബ്രാഞ്ച് ആണ്. രണ്ട് സെയിം ബ്രാഞ്ച് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രിഫിക്സ് യൂസ് ചെയ്യേണ്ടി വരും. പ്രിഫിക്സ് രണ്ട് സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് 2 ഡൈന് യൂസ് ചെയ്യും, 3 ട്രൈന് യൂസ് ചെയ്യും, 4 കേസൊക്കെ ഉണ്ട് കേട്ടോ. 4 ടെട്ര യൂസ് ചെയ്യും, 5 ഉണ്ട് പെന്റ, ഹെക്സ, ഹെപ്റ്റ. അങ്ങനെ റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രിഫിക്സ് യൂസ് ചെയ്യും. ഇത് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും പഠിക്കാനില്ല. ഈ ഒരു നെയിമിങ്, ഈ ഒരു നോമൻക്ലേച്ചർ 10th പഠിക്കാനില്ല. ഇമ്പോർട്ടന്റ് നോമൻക്ലേച്ചർ ആണ്. +1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോമൻക്ലേച്ചർ ആണ്. തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉള്ള കുറെ നോമൻക്ലേച്ചേഴ്സ് ആണ് ഇതൊക്കെ. തൽക്കാലം നമുക്ക് ഇല്ല ഇത്. പക്ഷെ എന്നാൽ അതിന്റെ നെയിമൊക്കെ നമുക്ക് നോക്കാം എന്തായാലും. അബീനെ സംശയമാണോ? സാർ നേരത്തെ കേസിലുണ്ടല്ലോ, ഈ ഒരു ബ്രാഞ്ചില് 1 കാർബണാറ്റം, അപ്പൊ 2 ബ്രാഞ്ചും കൂടെ 2 ഉള്ളതാണല്ലേ ഡൈമീഥൈൽ കൊടുത്തത്. 2 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈമീഥൈൽ കൊടുത്തത്. 2 സെയിം ബ്രാഞ്ച്. സാർ അതിന് പകരം ഈ 2 കൂടെ നമുക്ക് ഈഥൈലിന് എഴുതാൻ പറ്റുമോ? 2 ഈഥൈൽ ബ്രാഞ്ച് വന്നാൽ പറ്റും. അത് നോക്കി ഈ കേസ് കേട്ടോ. പറഞ്ഞോ. ഈ 2 കാർബണും കൂടെ നമുക്ക് ഒന്നാക്കി എഴുതാൻ പറ്റുമോ ഈഥൈലിന്? ഇല്ല, അത് വരില്ല കേട്ടോ. അത് 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലേ. ഒറ്റ ലൈനിൽ നിന്നല്ലല്ലോ വന്നേക്കണം. ഒറ്റ ലൈനിൽ നിന്നാണെങ്കിൽ നീ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പോ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടില് ഈ CH3 ഇല്ല, താഴെയുള്ള CH3 ഇല്ല. അപ്പൊ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ അല്ലെ? മുകളിലോട്ടുള്ള ആ ബ്രാഞ്ച് മാത്രമല്ലേ ഉള്ളൂ. അത് ഈഥൈൽ ബ്രാഞ്ച് ആണ്. ഓക്കെ, മനസ്സിലാണ്ട് പറയണത്? ഇർഫാനെ പറഞ്ഞോ. സാർ പറഞ്ഞോ. ഡൗട്ട് ചോദിക്കുന്ന അത് ഏത് ഡൗട്ടായിരുന്നു? 2 ഈഥൈൽ ബ്യൂട്ടേന്റെ കോമ്പൗണ്ട് ഇല്ലാന്ന് എന്താ കാരണം? ഓക്കെ നോക്കിക്കോട്ടോ. 2 ഈഥൈൽ ബ്യൂട്ടൈൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചില്ലല്ലോ. അത് ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ റൂൾസ് ഞങ്ങൾ എഴുതിയ 2 റൂൾസ് എഴുതി കഴിഞ്ഞാൽ നോട്ട്ബുക്കില്
രണ്ട് എക്സ്ട്രാ റൂൾസ് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി 2-3 എക്സാമ്പിൾസ് നോക്കാം. ഇത് എഴുതിയോ? ഈ എക്സാമ്പിൾ എഴുതി വെച്ചോ ബുക്കിൽ? പെട്ടെന്ന് പെട്ടെന്ന് എഴുതണം കേട്ടോ. അപ്പൊ ഇതിൽ മാത്രം, ഒരു കേസിൽ മാത്രം നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെ മുകളിൽ എഴുതി വെച്ചോ. എല്ലാത്തിലും എഴുതിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്പീഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എഴുതിയിട്ട് അതിന്റെ സം കണ്ടുപിടിക്കുന്നത്, റൈറ്റ് ടു ലെഫ്റ്റ് എഴുതി അതിന്റെ സം കണ്ടുപിടിക്കുന്നൊക്കെ എഴുതിക്കും എല്ലാത്തിലും. കേട്ടില്ല വേണേ? ഈ എക്സാമ്പിൾ ഇപ്പൊ ബോർഡിൽ എഴുതിയ എക്സാമ്പിൾ ഇത് 2,2-dimethyl butane, അത് എഴുതിയായിരുന്നോ? എഴുതിയില്ലെങ്കിൽ എഴുതാനാണ് പറഞ്ഞത്. എഴുതി. ഇത് എഴുതണ്ട കേട്ടോ, ഇതിപ്പോ എഴുതണ്ട, നമുക്ക് ലാസ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോകാം. Okay, name this compound. എഴുതിക്കോ. റൂൾസ് ഒക്കെ അത് തന്നെ കേട്ടോ, എല്ലാത്തിലും അതേ റൂൾസ് തന്നെയാണ്. ഫസ്റ്റ് മെയിൻ ചെയിനെ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ചസ് ഉള്ള നമ്പേഴ്സ് കിട്ടും. അതിൽ എക്സ്ട്രാ വന്നതാണ് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് ഉള്ള 2 നമ്പേഴ്സ് നോക്കി സം എടുത്ത് ലോവസ്റ്റ് സമ്മിന്റെ നമ്പറിങ് എടുക്കണം. ദെൻ ആ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നെയിം ഓഫ് ദി കോമ്പൗണ്ട് എഴുതുന്നത്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ, ചെയ്ത് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇർഫാൻ കഴിഞ്ഞു. അതേതാ? അമാൻ. ബാക്കി ആർക്കും കിട്ടിയില്ല. സമയം വേണോ? അയാൻ കഴിഞ്ഞു. ഷാരൂഖ് കിട്ടിയോ? ഇല്ലേ, അന്ത് കിട്ടാത്ത? ഫസ്ന, അഫിയ, അബിൻ, ഷഹാൻ, അമ്ന. അമ്ന ഡൗട്ട് എന്തായിരുന്നു ക്ലാസ്സില്? ഏതായിരുന്നു ഡൗട്ട്? അത് മറന്നുപോയി, ഓർക്കുമ്പോ പറയാം. ലാസ്റ്റ് ഓർത്ത് എടുക്കണം കേട്ടോ. അത് ഇപ്പൊ എന്നെക്കാളും അറിയും നിങ്ങൾക്കാണല്ലോ പിള്ളേര്. ഡൗട്ടൊക്കെ മറന്നു പോകും. ഷാറൂഖ് കിട്ടിയോ? ഷാറൂഖിന് പറയാൻ പറ്റുമോ? അതെന്താ പറയാൻ പറ്റില്ലാത്ത? ഷാറൂഖ് എവിടം വരെ എത്തി? ഷാറൂഖ് കിട്ടിയില്ല സാർ. എന്താ കിട്ടാത്തത്? മനസ്സിലായോ പറഞ്ഞതൊക്കെ? എന്താ കിട്ടാത്ത? ഷാറൂഖ് ട്രൈ ചെയ്തേ, വന്നേ പറഞ്ഞേ നോക്കട്ടെ. ട്രൈ ചെയ്യും. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം CH. ആദ്യം ഫസ്റ്റ് റോള്. ലാസ്റ്റ് സമ്മ. ലോസ് സമ്മോ, അതാണ് ഫസ്റ്റ് റോള്. ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പണി കിട്ടൂ കേട്ടോ.
എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, പഠിച്ചില്ലേ പണി കിട്ടും. ഷോയബേ പറഞ്ഞോ. നമ്പർ എഴുതണം. ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ ഏതാ ഇതില്? മെയിൻ ചെയിൻ ഇതല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ളല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് മെയിൻ ചെയിൻ ആണോ? ബാക്കിയുള്ളവർ പറഞ്ഞാണോ? സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് മെയിൻ ചെയിൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാട്ടോ. ഇതൊക്കെ മെയിൻ ചെയിൻ ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് മെയിൻ ചെയിൻ ആണ്, ഇതൊക്കെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. അതിൽ അത്ര കോംപ്ലിക്കേഷൻ എടുത്തും പോകണ്ട. എന്തായാലും മെയിൻ ചെയിൻ 5 കാർബണാറ്റ് വരുള്ളൂ. നിങ്ങൾ ഏത് വഴി നോക്കിയാലും 5 കാർബണാറ്റിനാണ് മെയിൻ ചെയിൻ വരുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ട്രെയിറ്റ് ചെയിൻ എടുക്കാം. സ്ട്രെയിറ്റ് ചെയിൻ എടുത്തു. ബാക്കി പറഞ്ഞോ ഷോബേ. നമ്പർ എഴുതണം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്തപ്പോ ഏതൊക്കെ പൊസിഷനിൽ വന്നു? 2ഉം 3ഉം 2ഉം 3ഉം അതിൽ തന്നെ എത്ര ബ്രാഞ്ച് ഉണ്ട് ടോട്ടൽ? 2 അല്ല 1 മൊത്തത്തിൽ എത്ര ബ്രാഞ്ച്? ഗ്രൂപ്പ് ബ്രാഞ്ച്. 3 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 2ൽ തന്നെ എത്ര ഉണ്ട്? 2ൽ 2. അപ്പൊ 2 എഴുതണം കേട്ടോ. എത്ര ബ്രാഞ്ച് ആണോ അത്ര ബ്രാഞ്ചിന്റെ നമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. 2ൽ തന്നെ 2. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2,2 then 3. ഈ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോ നമ്പേഴ്സിൽ കിട്ടും. 3ൽ 4 കഴിഞ്ഞോ? വേറെ ചെയ്യാനുണ്ടോ? 3 4 2 എന്ന് പറഞ്ഞാൽ കാർബണാറ്റ് ആയിരിക്കും. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യണം. 1 2 3 4 5 തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ ഇപ്പൊ 3ൽ ഒരെണ്ണം ഉണ്ട്, അന്ന് 3 എഴുതി. 4ൽ ഒരെണ്ണം ഉണ്ട്, പിന്നെ കോമ. അപ്പൊ 3 ബ്രാഞ്ചിൽ അപ്പൊ 3 നമ്പേഴ്സ് വേണം നമുക്ക്. ഷോയിബ് അപ്പൊ എന്ത് ചെയ്യണം? മൂന്നാമത്തെ നമ്പർ എന്തായിരിക്കും? 4ൽ ഒരെണ്ണം കൂടി ഇല്ലേ? അപ്പൊ 4 എന്ത് ചെയ്യണം? അപ്പൊ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് കാണിക്കാൻ വേണ്ടി അതാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. 3,4,4 ഈ രണ്ടിന്റെ സമ്മ കണ്ടുപിടിക്കണം. ഏത് സമ്മ ലോവസ്റ്റ്? 2 2 3 2 2 3 ആണ് ലോവസ്റ്റ് നമ്പർ. സമ്മ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ആവശ്യമില്ല. സമ്മ ഏതാ ലോവസ്റ്റ് നോക്കിയാൽ മതി. ഇത് കണ്ടുപിടിച്ച് നമുക്ക് 11 കിട്ടും, ഇത് കണ്ടുപിടിച്ച് നമുക്കൊരു 7 കിട്ടും. സോ ലോവസ്റ്റ് സം എന്ന് പറയുന്നത് 7 ആണ്. സോ ഈ നമ്പറിംഗ് എടുക്കും. നമുക്ക് നമ്പറിംഗ് ആവശ്യം, സമ്മല്ല ആവശ്യം കേട്ടോ. 7 എന്ന് പറഞ്ഞ സമ്മ ആവശ്യമില്ല, നമ്പർ നമുക്ക് ആവശ്യം. ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത് ആ പൊസിഷൻ ഡയറക്റ്റ് എടുത്ത് എഴുതണം. ഷോയിബ് എന്നിട്ട് പേര് പറഞ്ഞു. 2 2 3 മീതൈൽ 2 2 3 3 ബ്രാഞ്ച് ഉണ്ട്. ആ 3 ബ്രാഞ്ച് ഏത് ബ്രാഞ്ച്? സിംഗിള് അല്ല ട്രിയോ അല്ലേ? ട്രിയോ അല്ല കേട്ടോ, ട്രൈ. 3 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് 2 2 3 ട്രൈ. 3 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ട്രൈ. ബ്രാഞ്ചിന്റെ പേര് മീതൈൽ. ഇനി ബാക്കി ബ്രാഞ്ച് ഒക്കെ കഴിഞ്ഞു. മെയിൻ ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 5. അപ്പൊ എന്ത് വരും? പെന്റെയിൻ. ആൻസർ 2 2 3 ട്രൈ മീതൈൽ പെന്റെയിൻ. കിട്ടിയില്ലേ? ഒരു എക്സാമ്പിളോട് നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. എക്സാമ്പിൾ നോക്കിക്കോ. പറഞ്ഞോ. സാർ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറിക്കോട്ടെ. റീജൻ ചെയ്തു. സാർ ഒന്ന് കാണിക്കാവോ? എഴുതിയെടുക്കില്ല. നീയല്ല ഇപ്പൊ ആൻസർ പറഞ്ഞത്. ആൻസർ പറഞ്ഞ് നിനക്ക് കാണിച്ചു തന്നോ? പെട്ടെന്ന് പറഞ്ഞോ. സാർ ഈ ബ്രാഞ്ചിന്റെ നമ്പറിന്റെ ഓർഡർ തെറ്റിപ്പോ കുഴപ്പമൊന്നും? ഓർഡർ തെറ്റി പോകരുത്. എന്താ വെച്ച് കഴിഞ്ഞാല് 3,2,2 എന്ന് എഴുതരുത്. ഒരു ലോവസ്റ്റിന്ന് ഹയസ്റ്റിലോട്ട് അങ്ങനെ എഴുതിയാണ്. നമ്മളിപ്പോഴും നമ്പർ ചെയ്യുമ്പോൾ കുറഞ്ഞ നമ്പർ ചെയ്യുന്നല്ലോ ചെയ്തു വന്നത്. 1 2 3 നല്ല ചെയ്തു വന്നത്.
ആദ്യത്തെ ബ്രാഞ്ച് കാണുമ്പോൾ ആ നമ്പർ എടുത്ത് എഴുതും. സെക്കൻഡിൽ ഒരു ബ്രാഞ്ചിനെ കണ്ടു, സെക്കൻഡിൽ പിന്നെ ഒരു ബ്രാഞ്ചിനെ കണ്ടു, പിന്നെ 3 എഴുതി. അപ്പൊ ഇതുപോലെ തന്നെ എടുത്ത് എഴുതുന്ന നല്ലത്. ഇതിന്റെ ഓർഡർ വ്യത്യാസം വരുത്തണ്ട. കഴിഞ്ഞു. ഓക്കെ. കോമ്പൗണ്ട് ചെയ്തോ? ചെയ്തോ? കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കോമ്പൗണ്ട്സ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആകും. സാർ പറഞ്ഞോ? സാർ എല്ലാ ബ്രാഞ്ചിലും കാർബണേറ്റംസിന്റെ നമ്പർ സെയിം ആയിരിക്കണം? എല്ലാ ബ്രാഞ്ചിലും കാർബണേറ്റത്തിന് ഇപ്പോ ഈ ഉദ്ദേശിച്ചത് എല്ലാത്തിലും CH3 ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? അല്ല സാർ, ഒരു കാർബൺ ആയിരിക്കും ഉണ്ടാവുള്ളൂ. അല്ല, 2 കാർബണുള്ള ബ്രാഞ്ച് ഉണ്ട്, EPL ബ്രാഞ്ച് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്. അല്ല സാർ, എല്ലാ ബ്രാഞ്ചിന്റെയും കാർബണേറ്റംസിന്റെ നമ്പർ സെയിം ആയിരിക്കും? ഒരെണ്ണം വേറെ 2 അങ്ങനെ വരുമോ? അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നില്ലേ, എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാർബണേറ്റുള്ള ബ്രാഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എഴുതിയ കണ്ടോ, ഈ ക്വസ്റ്റിൽ കണ്ടോ, ഈ ക്വസ്റ്റിൽ 2 ബ്രാഞ്ചും ഉണ്ട്, EPL ബ്രാഞ്ചും ഉണ്ട്, MEPL ബ്രാഞ്ചും ഉണ്ട്. 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കേസ് നമുക്ക് പഠിക്കാനില്ല 10th. പക്ഷെ അങ്ങനത്തെ ബ്രാഞ്ച് ഉണ്ട്, അങ്ങനത്തെ കോമ്പൗണ്ട് ഉണ്ട്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? സാർ ഹാൻഡ് റൈസ് ചെയ്ത് ആര് പറയും? ഒക്കെയുള്ളത് കംപ്ലീറ്റ് ചെയ്യും. ചുമ്മാ ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്യണം. ഷാരൂഖ് പറയാൻ പറ്റോ? ഇത് കുഴപ്പമാണ് കേട്ടോ, അത് പറയാൻ പറ്റിയില്ലെങ്കിൽ. ഇതുവരെ എടുത്തത് ഒന്നും മനസ്സിലായില്ലെന്ന് അതിന്റെ അർത്ഥം. ആര് പറയണം? ആര് പറയും? അച്യുതേ, അച്യുത് പറഞ്ഞു. ആദ്യം ബ്രാഞ്ച് എടുക്കണം. മെയിൻ ആദ്യം അല്ല, മെയിൻ ചെയിൻ എടുക്കണം. ഏതാ മെയിൻ ചെയിൻ? താഴെ റൈറ്റിലേക്ക്, താഴേന്ന് മുകളിലോട്ട് എടുത്തു വന്നു, എന്നിട്ടോ പിന്നെ പോയി റൈറ്റ്. ആണോ? ആ. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? സാർ പറഞ്ഞോ. സാർ യു പോലെയല്ലേ സാർ വന്നേ, അതിന് മെയിൻ ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് എവിടെ എൻഡ് ചെയ്യണം പറഞ്ഞു? അത് താഴത്തെ CH3 തുടങ്ങി പോയി ഇങ്ങനെ പോയി ഇവിടെ വരണം. ഇങ്ങനെയാണോ? ഇതാണോ ലോങ് ചെയിൻ? CH2 CH3 ചെക്ക് ചെയ്യാവുന്ന നോക്കിക്കോട്ടോ. ആദ്യം അച്യുത് പറഞ്ഞത് 1
2 3 4 5 6 7 7 കാർബൺ ആറ്റം ഉണ്ട് അശ്വത് പറഞ്ഞത്. അയാൻ പറഞ്ഞ കോമ്പൗണ്ടിൽ എണ്ണിക്കോ 1 2 3 4 5 6 7 8 8 കാർബൺ ഉണ്ട്. അപ്പൊ ഏത് ചെയിൻ എടുക്കണം? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? സെക്കൻഡ് വൺ എടുക്കണം. അപ്പൊ അയൻ പറഞ്ഞ കറക്റ്റ്. ഇനിയിപ്പോ നമുക്ക് ഇത് നോക്കണ്ട, ഇതല്ല നമ്മുടെ ഇത്. ഇതാണ് മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ ഞാനൊന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് റൗണ്ട് ചെയ്യണം കേട്ടോ. ഇതാണ് മെയിൻ ചെയിൻ. ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് ആൻസർ പേപ്പറിൽ വരച്ചു നോക്കരുത് കേട്ടോ. ഇങ്ങനെ കൊണ്ട് ഞാൻ വരയ്ക്കുന്നത് വരച്ചു നോക്കരുത്. ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ വരച്ചു വെച്ചതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നെക്സ്റ്റ് നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. അശ്വത കംപ്ലീറ്റ് ചെയ്തു. അശ്വതല്ലേ തുടങ്ങിയത്? കംപ്ലീറ്റ് ചെയ്തു. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ എന്റെ തെറ്റിയില്ലേ അപ്പൊ? കൂടെ പറഞ്ഞ കുഴപ്പമില്ല. 1 2 എടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോഴല്ലേ? ലെഫ്റ്റ് ടു റൈറ്റിൽ ഏതൊക്കെ പൊസിഷനിൽ വരും? 3 വരും. 1 ഞാൻ നമ്പർ ഇട്ട് കാണിക്കാം കേട്ടോ. 1 2 3 3 ഒരു ബ്രാഞ്ച് ഉണ്ട്. 4 5 അവിടെ വരും. പിന്നെ 3 ഒരു ബ്രാഞ്ച് ഉണ്ട് പറഞ്ഞോ. പിന്നെ 5 ഒരു ബ്രാഞ്ച് ഉണ്ട്. പിന്നെയോ 6 കണ്ടോ? 6 ഒരു ബ്രാഞ്ച് ഉണ്ട്. 7 8. അപ്പൊ 3 5 6 ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ അശ്വതേ റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോ 3 4 1 2 3 4 3 4 ഇത് 6 6 വരും. 7 8. ഇത് ഏത് നമ്പറിങ് എടുക്കും? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? കാണുമ്പോൾ തന്നെ അറിയാം ഏതെടുക്കുന്നു. സെക്കൻഡ് വൺ. സമ്മ ലോസ്റ്റ് സെക്കൻഡ് വണ്ണിലാണ്. നോക്കി 3 3 ഇത് 3 3 ഇത് 6 6. കുറവുള്ളത് 4 ആണ്. അപ്പൊ സമ്മ എടുത്ത് കഴിയുമ്പോൾ എന്തായാലും ചെറുത് രണ്ടാമത്തെ വരാൻ പോണം. സ്മോളസ്റ്റ് സം. സോ രണ്ടാമത്തെ നമ്പറിങ് എടുത്തു. അപ്പൊ ഇനി പേരും കൂടി പറഞ്ഞു. കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞു. 3 4 5. 3 4 5 ആണോ? അല്ല 6. 3 4 6. ട്രൈ മീഥൈൽ ഒക്ടേൻ. ഓക്കെ, ട്രൈ മീഥൈൽ വരാൻ കാരണം 3 ബ്രാഞ്ചും CH3 ബ്രാഞ്ച് ആണ്. CH3 കണ്ടോ? 3 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ട്രൈ മീഥൈൽ. സംശയം ഉണ്ടോ എന്തെങ്കിലും? കോമ്പൗണ്ടിൽ സംശയം ഉണ്ടോ നെയിം ചെയ്തതിൽ? ചോദിച്ചോ? കേട്ടില്ല. മീഥൈൽ വന്നത് എങ്ങനെയാന്നാ? ഓക്കെ, നമ്മൾ മെയിൻ ബ്രാഞ്ച് ഇതാക്കി എടുത്തു. ഞാനിപ്പോ വരച്ചേക്കണ ബോക്സിലുള്ളതാണ് മെയിൻ ബ്രാഞ്ച്. പിന്നെ ബാക്കി നോക്കിക്കേ, മെയിൻ ബ്രാഞ്ച് അല്ലാത്ത വേറെ എല്ലാവരും ബ്രാഞ്ചസ് ആണ്. മെയിൻ ചെയിൻ അല്ലാത്തവർ എല്ലാവരും ബ്രാഞ്ചസ് ആണ്. ഇതിൽ ഉള്ള ആൾക്കാർ നോക്കിയാൽ ഒന്ന് CH3, ഇതൊരു CH3 ബ്രാഞ്ച് ആണ്. പിന്നെ അടുത്ത താഴത്തേക്കുള്ളത് ഒരു CH3 ബ്രാഞ്ച് ആണ്. പിന്നെ റൈറ്റിലോട്ടുള്ളത് വേറെ CH3 ബ്രാഞ്ച് ആണ്. 3 CH3 ബ്രാഞ്ച് ആണ് വന്നേക്കുന്നത്. 3 CH3 ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3 മീഥൈൽ ബ്രാഞ്ച് ആണ് ഉള്ളത്. 3 മീഥൈൽ ബ്രാഞ്ച്, 3 മീഥൈൽ ബ്രാഞ്ച്. അത് 3 സെയിം ബ്രാഞ്ച് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ട്രൈ യൂസ് ചെയ്യും. 3 4 6 ട്രൈ മീഥൈൽ. മെയിൻ ചെയിൻ 8 കാർബൺ ആറ്റംസ് ഉണ്ട്. സിംഗിൾ ബോണ്ട് ഒക്ടേൻ. മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നോ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും ടോപ്പിക് എടുത്തേ. Nomenclature of organic compound with more than one branch. Nomenclature of organic compound with more than one branch. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ഈ ടോപ്പിക്കിന്റെ റിലേറ്റ് ചെയ്തോണ്ട്, ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തോണ്ട്. ഇല്ലെങ്കിൽ ആ ടോപ്പിക്ക് വായിച്ചു തുടങ്ങിക്കോ, പെട്ടെന്ന് വായിച്ചു തുടങ്ങിക്കോ. അതിന് മുമ്പ് വരെ നമ്മൾ നിർത്തിയായിരുന്നോ? സാർ ഇതിലിപ്പോ ഈഥൈൽ വരുമോ? ഈത്തൈൽ വരും കേട്ടോ. ഈത്തൈല് ഈത്തൈലും മീത്തൈലും വരില്ല. 2 ഈത്തൈൽ വരും. അപ്പൊ ഡൈ ഈത്തൈലിന് യൂസ് ചെയ്യണം. കോമ്പൗണ്ട് ഉണ്ട്, നമുക്ക് നോക്കാം. അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് തരായിരുന്നു.
ഓക്കെ, അതിന് മുമ്പ് വരെ നമ്മൾ നിർത്തിയില്ലായിരുന്നു. ടേബിൾ 6.3 വരെ ചെയ്ത് നിർത്തിയില്ലേ? നിർത്തിയായിരുന്നോ? ടേബിൾ 6.3 കംപ്ലീറ്റ് 6.3 അല്ല 6.5 എന്തോ വരും അല്ലെ? 5 4 6 6.5 വരും. അവിടം വരെ ചെയ്ത് നിർത്തിയില്ലായിരുന്നോ? ഓക്കെ, ഇതിന് അടുത്ത പേജ്, നെക്സ്റ്റ് പേജ് nomenclature of hydrocarbons with more than one branch. പെട്ടെന്ന് എടുത്ത് വായിച്ചോ, കൂടെ വായിച്ചോട്ടെ, ഞാനും വായിക്കുന്നുണ്ട്. If the same branch appears more than once in a carbon chain, the number of branches are to be indicated using prefixes like di, tri, etc. 2 പേരാണെങ്കിൽ ഡൈ യൂസ് ചെയ്യും, 3 പേരാണ് ട്രൈ യൂസ് ചെയ്യും. സെയിം ബ്രാഞ്ച് വരുവാണെങ്കിൽ അപ്പൊ ആ ഒരു ഒന്ന് മാർക്ക് ചെയ്തു, സെയിം ബ്രാഞ്ച് എന്നുള്ള മാർക്ക് ചെയ്തു. സെയിം ബ്രാഞ്ച് പ്രിഫിക്സ് ലൈക്ക് ഫുള്ള് മാർക്ക് ചെയ്യണ്ട, സെയിം ബ്രാഞ്ച് എന്ന് എഴുതിയാൽ സെയിം ബ്രാഞ്ച് മാർക്ക് ചെയ്യണം. then using prefix like di, tri, etc. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്തു. If the same type of branch is present more than once, നോക്കണം കേട്ടോ. If the same type of branch is present more than once, as per rule, numbering should be done either from left to right or right to left, so to get the lowest number for the branch coming. അത് വേണ്ട കേട്ടോ, നിങ്ങൾ പഠിക്കേണ്ടത് ചുമ്മാ വായിച്ചു പോയാൽ മതി. നമുക്ക് സമ്മിന്റെ രീതിയിലുള്ള മാത്രം മതി. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും എല്ലാ ബ്രാഞ്ചസും എടുത്തിട്ട് സമ്മ് കണ്ടുപിടിക്കുന്നു. ആ രീതി നമ്മൾ പഠിച്ചാൽ മതി. ഇതിൽ പറയുന്നത് കുറച്ച് എക്സ്ട്രാ ഒരു സ്റ്റെപ്പും കൂടി വരുന്നുണ്ട്. തൽക്കാലം നമ്മളത് നോക്കണ്ട, നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെ മതി കേട്ടോ. സമ്മ് കണ്ടുപിടിക്കുന്ന കേസ് താഴത്തെ എക്സാമ്പിൾ നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ, കോമ്പൗണ്ട് വന്നിട്ടുണ്ട് 7 കാർബണാറ്റം മെയിൻ ചെയിലുള്ള ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ എല്ലാം തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കാർബണാറ്റം ഇൻ മെയിൻ ചെയിൻ 7, നമ്പർ ഓഫ് ബ്രാഞ്ച് 2 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ പേരെന്ത് വരും? സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നത്. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. സ്പേസ് ഒന്നും ഇല്ലാത്ത കണ്ടോ, സ്പേസ് ഒന്നുമില്ല പേരില്. ആകെ ഒരു വ്യത്യാസം വന്നത് അപ്പർ കേസ് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ വന്നത് ഫസ്റ്റ് ലെറ്ററിന് മാത്രമേ, ഡൈക്ക് മാത്രമേ, ഡിക്ക് മാത്രമേ. ബാക്കി എല്ലാ സ്മോൾ ലെറ്റർ, സ്പേസ് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത് കോമ്പൗണ്ട്. ഞാൻ താഴെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ്. സം സ്ട്രക്ചറൽ ഫോർമുലാസ് ആർ ഗിവൺ ബിലോ, നെയിം ദം. ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്, ആ കോമ്പൗണ്ട് ഒന്ന് എഴുതിക്കുന്നു. ഫസ്റ്റ് നമ്പർ ഓഫ് കാർബണാറ്റം ഇൻ മെയിൻ ചെയിൻ എത്രയാണ്? മെയിൻ ചെയിൻ എത്ര കാർബണാറ്റം ഉണ്ട്? കൈകൊണ്ട് കാണിച്ചേ. മെയിൻ ചെയിൻ എത്ര കാർബണാറ്റം ഉണ്ട്? 5 കാർബണാറ്റംസ് ഉണ്ട്. then നമ്പർ ഓഫ് ബ്രാഞ്ചസ്, എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. നീ ആ താഴത്ത് നോക്കിക്കൊന്ന്. പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് ഫ്രം വൈ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാ? 2. പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് വൈ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ ആദ്യം വന്ന ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്ര? 2 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 1 2, രണ്ടാമത്തെ നമ്പറിലാണ് ബ്രാഞ്ച് വരുന്നത്, അതും 2 ആണ്. ഇനി നിങ്ങൾ അതൊന്നും നോക്കണ്ട, അതിന്റെ പേരൊന്ന് എഴുതിക്ക്. നമ്മൾ പഠിച്ച രീതി നോക്കിയിട്ട് പേരൊക്കെ ഒന്ന് എഴുതി, സമ്മൊക്കെ നോക്കിയിട്ട്. കോമ്പൗണ്ടിന്റെ പേരെന്ത് വരും? അബ്ദുൽ അസീസ്. കോമ്പൗണ്ടിന്റെ പേരെന്ത് വരും? അബ്ദുൽ അസീസ്. 2,4 ഡൈ 2,4 ഡൈ ഏത് ബ്രാഞ്ച് ആണോ? ഈതയിലാണോ ബ്രാഞ്ച്? ഡൈ ബ്രാഞ്ചിന്റെ പേരെന്താ? ഈതയിൽ അല്ല കേട്ടോ, മീത്തൈൽ. മീൻജയിൽ 5 കാർബണാറ്റം. So answer very good. Answer 2,4 dimethyl pentane. 2,4 dimethyl pentane. പറഞ്ഞോ. 2,4 ആണോ? 2,4 അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ്
സാറേ, ലെഫ്റ്റ് ടു ലൈറ്റ് 2 4 അല്ലല്ലോ. 2 4 അല്ലേ? എന്നാ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ച റൂൾ ആലോചിച്ച് നോക്കുന്നേ. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്? 2ലും 4ലും തന്നെയല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ 2ലും 4ലും വരും, റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലും 2ലും 4ലും വരും. രണ്ടിന്റെ സമ്മ സെയിം ആണ്. ഇപ്പൊ 2 4 തന്നെ എടുക്കണം, ലോവസ്റ്റ് സം ഒന്നുമില്ല. അപ്പൊ 2 4 തന്നെ എടുക്കണം, രണ്ടും 2 4 ആണല്ലോ. 2 4 ഡൈമീഥൈൽ പെന്റൈൽ. ആ ഒരു സ്റ്റെപ്പ് കൺഫ്യൂസിങ് ആണ്, അതുകൊണ്ട് ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതും നോക്കണ്ടേ, ഡയറക്റ്റ് സമ്മിലേക്ക് പോയാൽ മതി. അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ, നിങ്ങൾ ഇതൊക്കെ നോക്കിക്കോ, ക്ലിയർ ആവും. അടുത്ത എക്സാമ്പിൾ താഴെ പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കോ. അടുത്ത എക്സാമ്പിളിലെ നമ്പറിംഗ് ഒക്കെ ആ ബോക്സിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ബ്രാഞ്ച് വരും? കൈ കൊണ്ട് കാണിച്ചു, ഏതൊക്കെ പൊസിഷൻ? ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. ആ, 3rd പൊസിഷനിലും 5th പൊസിഷനിലും. നീ റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലോ 2nd പൊസിഷനും 4th പൊസിഷൻ. ഇതിലേതാ ലോവസ്റ്റ് സമ്മ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ ബോക്സിൽ എഴുതിയേക്കണതിൽ? ഫസ്റ്റ് വൺ ആണ് ലോവസ്റ്റ് സമ്മ. അതായിരിക്കും നമ്മുടെ IUPAC നെയിമിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേര് എഴുതിക്കപ്പോ എന്ത് വരും? ആ, പറഞ്ഞു ഒന്ന്. അൽഫിയ സിദ്ദീഖ്. കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞു. dimethyl heptane. 6 കാർബണാറ്റ്. ഹെക്സൈൻ. 2 4 ഡൈമീഥൈൽ ഹെക്സൈൻ. അടുത്ത കോമ്പൗണ്ട് ഇതോടൊന്ന് ചെയ്യാം. അതും ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്ത്, എന്നിട്ട് ലോവസ്റ്റ് സമയത്ത് വന്നത് ആ നമ്പറിങ് എടുക്കണം. എനിക്ക് തോന്നുന്നു ഈ കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണത്. ഇതിന്റെ ഇൻവേർട്ടഡ് കോമ്പൗണ്ട് നമ്മൾ ചെയ്തതാണ്. ഇൻവേർട്ടഡ് കോമ്പൗണ്ട് ഫസ്റ്റ് തന്നെ ചെയ്തതാണ്. പറയണോ? ആരോ പറയണോ? ഹാൻഡ് റൈസ്. ആര് പറയാൻ പറ്റും? ഇഷാൻ പറഞ്ഞോ. മുഹമ്മദ് ഇഷാൻ മുന്നോട്ടാവല്ലേ? ഉറപ്പാണ്? ആ, പോയി. അപ്പൊ സുഹൈല് 235 dimethyl 235 ട്രൈമീഥൈൽ hexane. എത്ര കാർബണാറ്റ് ഉണ്ട് മെയിൻ ചെയില്? 6. അപ്പൊ എന്ത് വരും? ഹെഡ് റൂട്ട് 6 hexane. ഹെക്സൈൻ. ഞാൻ കേൾക്കണ ഹെപ്റ്റ് എന്നാട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെയും ചോദിച്ചത്. ഹെക്സൈൻ. അതിന്റെ ആൻസർ താഴെ തന്നിട്ടുണ്ട് പിള്ളേരെ. ഇല്ല, വായിച്ചു നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് തന്നെ തന്നേക്കുന്നത്. സംശയമായോ അതാണോന്ന്? ഇനി ജസ്റ്റ് അത് താഴത്തേക്കുള്ളൊന്ന് വായിച്ചു വന്ന്. നമ്പർ ദി ലോങ് ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ഇൻ ബോത്ത് കേസസ് ഈസ് ഇൻ ദി പൊസിഷൻ നമ്പർ. അത് നോക്കണ്ട കേട്ടോ. അപ്പോ ആ ടിക്ക് ഒന്നിട്ടെ. വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ? ഏത് നമ്പറിംഗ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്പറിംഗ് ആണോ സെക്കൻഡ് നമ്പറിംഗ് ആണോ? സെക്കൻഡ് നമ്പറിംഗ്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാലാണ് ലോവസ്റ്റ് സംഭവം 2 3 5 അല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴല്ലേ 2ലും 3ലും 5ലും വന്നത്. സെക്കൻഡ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് സം എടുത്ത് ആൻസർ ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുള്ളൂ. IUPAC നെയിം കണ്ടുപിടിക്കാൻ സ്റ്റെപ്പ് ഒന്നും ചോദിക്കില്ല കേട്ടോ, ആൻസറിന് മാത്രമേ മാർക്കുള്ളൂ. അപ്പൊ 235 ട്രൈമീഥൈൽ ഹെക്സൈൻ. താഴെ വേറെ കോമ്പൗണ്ട് ഉണ്ട്, അതും കൂടി ചെയ്തു. നെക്സ്റ്റ് കോമ്പൗണ്ട്
its compound. പെട്ടെന്ന് ചെയ്തിട്ട് ആര് പറയുന്നു പറഞ്ഞു? ചെയ്ത് കഴിഞ്ഞു അവിടെ കുറെ പേര്. Completed. Adil ke Abdul Salam. 3 6 പറഞ്ഞോ. 2 3 6 methyl 2 3 6 ട്രൈമീഥൈൽ ഹെപ്റ്റൈൻ 7 കാർബൺ ആറ്റം ഉണ്ട്. ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിംഗ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? right കേട്ടില്ല. ഞാൻ തന്നെ പറയാനുണ്ട്, കേട്ടില്ല കേട്ടോ. അത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 3 6 കിട്ടുന്നത്. 2 3 6. റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ 2 5 6 ആണ് കിട്ടുന്നത്. അപ്പൊ ലോവസ്റ്റ് സമ്മ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അതുകൊണ്ട് ആ നമ്പർ എടുക്കും. താഴെ എഴുതിക്കോട്ടോ, ആ ഇതില് ബ്ലാങ്ക് സ്പേസിൽ എഴുതിക്കോ 2 3 6 ട്രൈമീഥൈൽ ഹെപ്റ്റൈൻ. 7 കാർബൺ ആറ്റംസ്. മെയിൻ ചെയിനിൽ 7 കാർബൺ ആറ്റം. ഇനി താഴെ ബോക്സിൽ നമ്മൾ പഠിച്ച കാര്യം പറയുന്നുണ്ട്. ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 identical branches, the number of their position should be repeated. നമ്പർ റിപ്പീറ്റ് ചെയ്യണം സെയിം പൊസിഷനിൽ വരുവാണെങ്കിൽ. നമുക്കറിയാലോ, നമുക്ക് ആദ്യം തന്നെ കണ്ടുപില്ല നമ്മളത്. അതിന്റെ എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതും കൂടി എഴുതിക്കും. CH3C CH3 മുകളിലോട്ടും താഴത്തോട്ടും CH3 ആ കോമ്പൗണ്ട്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. എത്ര ബ്രാഞ്ച് ഉണ്ട് ആ കോമ്പൗണ്ടിൽ? കൈകൊണ്ട് കാണിച്ചു പറ്റുന്നു. 2 ബ്രാഞ്ച്. നെയിം ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരെന്താ? മീഥൈൽ. മീഥൈൽ. മീഥൈൽ ആണ്. പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ്. ഏതൊക്കെ പൊസിഷനിലുള്ളത്? കൈകൊണ്ട് കാണിച്ച്. ഫസ്റ്റ് ആണോ? 2 2 2 2. നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 2, 2. IUPAC നെയിം എഴുതിക്കോ. അപ്പോ 2, 2 രണ്ടും സെയിം ബ്രാഞ്ച് ആണ്. ഡൈ മീഥൈൽ. മെയിൻ ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. പ്രൊപ്പ് 4 അല്ല കേട്ടോ, 3 കാർബൺ. സ്ട്രേറ്റ് ചെയിൻ ആണ്. 3 കാർബൺ. പ്രൊപ്പ് ANE പ്രൊപ്പൈൻ. 2 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ. അപ്പൊ എക്സാമിന് വന്ന ഒരു മെയിൻ പോർഷൻ കഴിഞ്ഞു കേട്ടോ. എക്സാമിന് വന്ന മെയിൻ പോർഷൻ ആണിത്, ഈ ടൈപ്പ് ഓഫ് നെയിമിങ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് നെയിമിംഗ് ആണ്, നെയിമിംഗ് അല്ല, ഇതിന്റെ ഓപ്പോസിറ്റ്. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ഒരു സ്ട്രക്ചർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടൻസ് ഫോമിൽ വന്നിട്ട് അതിന്റെ നെയിം എഴുതുന്നതാണ്, IUPAC നെയിം എഴുതുന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് IUPAC നെയിം വരും. IUPAC നെയിം തന്നിട്ട് അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കണ്ടൻസ് ഫോമിൽ ഏതെങ്കിലും തിരിച്ച് റിട്ടേൺ ചെയ്തു നോക്കാം. സിമ്പിൾ ആണ് കേട്ടോ. ഇതാണ് ടഫ്. ഇപ്പൊ നിങ്ങൾ ചെയ്തതാണ് ടഫ്. അടുത്ത സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. പേരിയിൽ സ്ട്രക്ചർ വരയ്ക്കുന്നത് തെറ്റിപ്പോകൂല, അത് ആ റൂൾ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ. ഇതാണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത്. ഇതിൽ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നത് നമ്പറിംഗ് ഒക്കെയാണ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത്. ചെക്ക് ചെയ്യാം, നോക്കിക്കോട്ടോ. ഒരു കോമ്പൗണ്ട് എടുക്കുവാണ്. 2 4 ഡൈമീഥൈൽ പെന്റേൻ. 2 4 dimethyl pentane. തിരിച്ചു വന്നു കേട്ടോ, തിരിച്ചു വന്നു. അയ്യോ, സോ നമ്മൾ നെയിം ചെയ്തപ്പോ IUPAC നെയിം ചെയ്തപ്പോ ആദ്യം ബ്രാഞ്ചിന്റെ പേര് എഴുതി, എന്നിട്ടാണ് നെയിം ചെയിന്റെ പേര് എഴുതി. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു IUPAC നെയിം വന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് തിരിച്ചാണ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം മെയിൻ ചെയിൻ എടുക്കും. ആദ്യം മെയിൻ ചെയിനെ വരയ്ക്കും, എന്നിട്ടാണ് ബ്രാഞ്ച് വരയ്ക്കുന്നത്. തിരിച്ച് ബാക്ക്വേർഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പേര് എഴുതിയപ്പോ ഫോർവേഡ് ചെയ്തത്, ബ്രാഞ്ച് എഴുതിയിട്ട് മെയിൻ ചെയിൻ എഴുതി, മെയിൻ ചെയിന്റെ ആൻസർ എഴുതി.
ഈ തിരിച്ച് നമ്മൾ കണ്ടൻസ് ഫോമുല വരയ്ക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഫോമുല വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം മെയിൻ ചെയിൻ എഴുതും, എന്നിട്ടാണ് ബ്രാഞ്ച് എഴുതുന്നത്. എക്സാമ്പിൾ നോക്കിയോ, ഈ എക്സാമ്പിൾ നോക്കാം. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ഇത് കൊണ്ട് കാണിച്ചു. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? പെന്റൈൻ ആണ്, അപ്പൊ 5 കാർബൺ ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് 5 കാർബൺസ് ഇങ്ങനെ വരയ്ക്കണം. നമ്മൾ ചെയ്തതാണ് ഈ ഒരു ടൈപ്പിൽ 5 കാർബൺ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി പെന്റ് ANA അല്ലേ? ANA അല്ലേ? അപ്പൊ എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ട്. ANA ആയതുകൊണ്ട് എല്ലാത്തിലും സിംഗിൾ ബോണ്ട് ഇടും. എല്ലാ കാർബൺ ആറ്റത്തിന്റെ മിഡിലും സിംഗിൾ ബോണ്ട് ഇടും. അപ്പൊ ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് കഴിഞ്ഞു, മെയിൻ ചെയിൻ കഴിഞ്ഞു. ഇനി അടുത്ത ബ്രാഞ്ചിലേക്ക് പോവാണ്. ബ്രാഞ്ച് 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്. 2ലും 4ലും ബ്രാഞ്ച് ഉണ്ട്. ഇത് ചെയ്യാൻ പോണത് 2ാമത്തെ കാർബൺ എടുക്കുവാണ്. അത് ഏത് സൈഡിൽ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് എടുത്താലും റൈറ്റ് ടു ലെഫ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ അത് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുവാണ്. 2ാമത്തെ പൊസിഷനിലും 1 2 3 4 4ാമത്തെ പൊസിഷനിലും ഒരു ബ്രാഞ്ച് ഉണ്ട്. അത് ഏതാ ബ്രാഞ്ച്? ബ്രാഞ്ചിന്റെ പേരെന്താ? മീത്തൈൽ എന്നാണ്. ആ ബ്രാഞ്ചിന്റെ പേര് മീത്തൈലാണ്. അപ്പൊ ബ്രാഞ്ച് നമ്മൾ CH3 എന്ന് വരയ്ക്കും. ഡൈ യൂസ് ചെയ്യുന്നത് രണ്ടും സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈ നമ്മൾ നോക്കണ്ട, രണ്ടും CH3 ബ്രാഞ്ചാണ്. ഇനി ബാക്കി വാലൻസി കംപ്ലീറ്റ് ചെയ്യണം. വാലൻസി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കാർബണിന് എത്ര ഹൈഡ്രജൻ കൊടുക്കണം? ഫസ്റ്റ് കാർബണിന് എങ്ങോട്ട് കാണിച്ച് 3 കൊടുക്കണം. സെക്കൻഡ് വണ്ണിനോ അങ്ങോട്ട് കാണിക്കുക 1 ഒരെണ്ണം കൊടുക്കണം. തേർഡ് വണ്ണിനോ 2. ഫോർത്ത് വണ്ണിനോ 1. ലാസ്റ്റ് വണ്ണിനോ 3 ഹൈഡ്രജൻ. ഓക്കെ, ഇനി നിങ്ങൾ റൂൾ എഴുതിക്കോ. അപ്പൊ നോട്ട്ബുക്കിലെ ഹെഡിങ് കൊടുത്തോ. റൈറ്റിംഗ് കണ്ടൻസ്ഡ് ഫോർമുല or structural formula from IUPAC name. Writing structural formula or condensed formula. രണ്ട് ബ്രാക്കറ്റിൽ ഇട്ടോ. Writing structural formula or condensed formula from IUPAC name. IUPAC name. Writing structural formula. സ്ട്രക്ചറൽ ഫോർമുല എന്നല്ല കേട്ടോ, സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് എന്നാണ്. നമ്മുടെ എളുപ്പത്തിന് സ്ട്രക്ചർ ഫോർമുല എന്നാക്കിയതാണ്. സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോർമുല ബ്രാക്കറ്റിൽ സ്ട്രക്ചറൽ ഫോർമുല, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോർമുല ബ്രാക്കറ്റിൽ കണ്ടിന്യൂസ് ഫോർമുല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് റൈറ്റ് ദി സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. റൈറ്റ് ദി സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ചർ ഓഫ് ദി കോമ്പൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത് ഞാനിപ്പോ വരച്ചേക്കുന്നത് ഏതാ? കണ്ടൻസ്ഡ് ഫോർമുല അല്ലേ, സ്ട്രക്ചറൽ ഫോർമുല അല്ലല്ലോ. ഇല്ലേ, നമ്മൾ 3 ടൈപ്പിൽ പഠിച്ചു. സ്ട്രക്ചറൽ ഫോർമുല, സ്ട്രക്ചറും കണ്ടൻസ്ഡ് ഫോർമുലയും ദെൻ മോളിക്കുലർ ഫോർമുലയും. ഇത് കണ്ടൻസ്ഡ് ഫോർമുലയാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ സ്ട്രക്ചർ ചോദിച്ചാലും ഇത് എഴുതിയാൽ മതി, കണ്ടൻസ് ഫോർമുല എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. സ്ട്രക്ചറൽ ഫോർമുല ഇതാ കുറെ സമയം എടുക്കും. ഈ ഹൈഡ്രജന്റെ ബോണ്ടൊക്കെ ഇട്ടിട്ട് കുറെ സമയം എടുക്കില്ല എഴുതി വരാൻ. അതുകൊണ്ട് അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടൻസ് ഫോർമുല എഴുതിയാൽ മതി. അപ്പോൾ ഹെഡിങ് ഇതാണ്, റൈറ്റിംഗ് സ്ട്രക്ചറൽ ഫോർമുല ബ്രാക്കറ്റിൽ കണ്ടൻസ് ഫോർമുല ഫ്രം IUPAC name. ഫസ്റ്റ് rule. Write the number of carbon atoms. Write all the carbon atoms. Write all the carbon atoms. Write all the carbon atoms in the main chain. Write all the carbon atoms in the main chain. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ ആ കാർബൺസ് എല്ലാം ആദ്യം എഴുതുന്നു. സെക്കൻഡ് റൂള്, അസൈൻ, ASSIGN, അസൈൻ കൂട്ടുന്ന കൊടുത്താലും മതി. അസൈൻ അപ്രോപ്രിയേറ്റ് ബോണ്ട്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബോണ്ടാണ് ആ ബോണ്ട് കൊടുക്കും. ANA ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ ബോണ്ട് ഇടും എല്ലാത്തിലും. റൈറ്റ് അസൈൻ appropriate bonds. Third one, mark the branches. Branches മാർക്ക് ചെയ്യണം.
ബ്രാഞ്ചസിനെ മാർക്ക് ചെയ്യണം, കോമ റൈറ്റ് ദം. അവർ ബ്രാഞ്ചസ് എഴുതുകയും ചെയ്യണം. മാർക്ക് ദി ബ്രാഞ്ചസ്, കോമ റൈറ്റ് ദം. ബ്രാഞ്ചസ് ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ന സ്ഥലത്ത് എഴുതണം, ഏത് ബ്രാഞ്ച് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ലാസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ ചെയ്തത്? ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു അല്ലെ? അതിനെന്താ പറയണെന്ന് അറിയോ? കംപ്ലീറ്റ് ഓൾ ദി വാലൻസീസ് ഓഫ് കാർബൺ. കംപ്ലീറ്റ് ഓൾ ദി വാലൻസീസ് ഓഫ് കാർബൺ. കാർബണിന്റെ എല്ലാ വാലൻസിയും കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ഓൾ ദി വാലൻസീസ് ഓഫ് കാർബൺ വിത്ത് ആര് യൂസ് ചെയ്തിട്ടാ? കംപ്ലീറ്റ് ഓൾ ദി വാലൻസീസ് ഓഫ് കാർബൺ വിത്ത് ഹൈഡ്രജൻ. ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് എല്ലാ വാലൻസിയും കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് സ്റ്റെപ്പ്. ഇതാണ് കേട്ടോ. ഇത് വായിക്കുമ്പോൾ നമുക്ക് വലിയ 4 സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ സിമ്പിൾ അല്ലേ? IUPAC നെയിമിന്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയാൽ മതി. വേറെ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എഴുതിക്കോ. ഇതില് ലെഫ്റ്റ് റൈറ്റ് അതൊന്നും നോക്കണ്ടല്ലോ. ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇടാം. ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഇട്ടാലും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഇടാം. പറഞ്ഞു കൊടുക്കാനേ. സാർ മറ്റേ 2-ethyl butane. 2-ethyl butane നോക്കാം കേട്ടോ. അടുത്തത് നമ്മളത് നോക്കാൻ പോകണം. അപ്പൊ ഇതേ എക്സാമ്പിൾ എഴുതിയെടുത്തു നോട്ട്ബുക്കിൽ. കഴിഞ്ഞോ? അബിൻ പറഞ്ഞോളാം. സാർ, ഈ നമ്മൾ ഡബിൾ ബോണ്ട് ഒരു തവണ ഇട്ട് കൊടുക്കുള്ളൂ എല്ലാ കോമ്പൗണ്ട്സിനും? ഡബിൾ ബോണ്ട് ഒരു ഡബിൾ ബോണ്ട് മതി, പക്ഷെ 2 ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്, നമുക്കില്ലെന്നുള്ളൂ. അയാൻ സാർ ഇപ്പൊ ഈ ഇങ്ങനെ ബ്രാഞ്ച് കൂടുതലായിട്ടുള്ള ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് പകരം EN ഇട്ട് കൊടുത്താൽ എനിക്ക് വരും EN ഇട്ട് കൊടുക്കും, പക്ഷെ നമുക്കതില്ല. ബ്രാഞ്ചും ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് നമുക്കില്ല, രണ്ടും ഒരുമിച്ചുള്ളതില്ല, പഠിക്കാനില്ല. ഭാഗ്യമാണ് കേട്ടോ അതൊക്കെ ഇല്ലാത്തത്. കുറെ റൂൾസ് പഠിക്കുന്നു. സിമ്പിൾ കാര്യമാണ്, എല്ലാം സിമ്പിൾ ആണ് അതില്. ആ റൂൾസ് ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പറഞ്ഞു സാർ, അത് ശരിക്കും ഇല്ലാത്തതാണ്, അത് പഠിക്കാനില്ലാത്തതാണ്. നമുക്ക് പഠിക്കാനില്ല, ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കാം. അബിൻ പറഞ്ഞു. സാർ, ഈ ചാപ്റ്ററിൽ നിന്ന് എഴുതാൻ മാത്രമേ ഉള്ളൂ? ചാപ്റ്ററിൽ നിന്ന് നമ്മളിപ്പോ രണ്ട് രീതി പഠിച്ചല്ലോ. ഒന്ന് പേര് എഴുതാനും ഇതിന് പേരിൽ തിരിച്ചു എഴുതാനും. അതുണ്ട്. ഇതിന് അടുത്ത ടോപ്പിക്കാണ് ഐസോമെർസ്. ആ ഒരു ടോപ്പിക് ഉണ്ട്. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ശരിക്കും. ഇനി ബ്രാഞ്ച് നമ്മളിപ്പോ പഠിച്ചതേ. ഇനി വേറെ ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് വരും കേട്ടോ ഞായറാഴ്ച. ചാപ്റ്റർ തീരുമോ? തീരില്ല. ഓടിച്ചിട്ട് തീർത്തിട്ട് ആവശ്യമില്ലല്ലോ. ഐസോമെർസ് എത്തൂല കേട്ടോ. ഇർഫാനെ കോമ്പൗണ്ട് ഏതായിരുന്നു? 2-methyl അല്ലേ? 2-ethyl butane. ഈ കോമ്പൗണ്ട് നിങ്ങൾ വരച്ചു നോക്കിക്കോ എഴുതിയിട്ട്. നമ്മളിപ്പത്തെ ഐഡിയ വെച്ചിട്ടൊന്ന് വരച്ചു നോക്കിക്കോ. ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് കേട്ടോ. ബാക്കിന്ന് ഫ്രണ്ടിലോട്ട്. ആദ്യം മെയിൻ ചെയിൻ പറഞ്ഞ സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. കാർബൺ ആറ്റം ആദ്യം ഇടണം, സിംഗിൾ ബോണ്ട് ആദ്യം ഇടണം, ഏത് ബോണ്ടാന്ന് വെച്ചാൽ ആ ബോണ്ട് ഇടണം, ബ്രാഞ്ച് മാർക്ക് ചെയ്യണം, ബ്രാഞ്ച് എഴുതണം, ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് ബാലൻസിങ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇർഫാൻ തന്നെ പറഞ്ഞു. ഇർഫാന്റെ ക്വസ്റ്റ്യൻ അല്ലേ? പറഞ്ഞു. എത്ര കാർബൺ? എത്ര കാർബൺ? 4 കാർബൺ. ഏത് ബോണ്ട്? സിംഗിൾ ബോണ്ട്. ഏത് പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്? സെക്കൻഡിൽ ഏത് ബ്രാഞ്ച് ആണ്? CH2 CH3. ഈ ബാക്കി ഫില്ല് ചെയ്ത് വാലൻസി ഇപ്പൊ എന്ത് വരും?
CH3 ആദ്യത്തിൽ CH3 CH CH2 CH3 CH2 ഈ കോമ്പൗണ്ട് ഈ പേരും തമ്മിൽ എന്തെങ്കിലും പെശകുണ്ടോ നോക്കിക്കോ ഒന്ന്. എന്തെങ്കിലും പെശകുണ്ടോ? എന്താ പെശക്? എന്താ പ്രോബ്ലം? സാർ മെയിൻ ചെയിൻ വേറെ വരില്ലേ? മെയിൻ ചെയിൻ വേറെയാണ്. പേരിൽ ഒരു മെയിൻ ചെയിൻ, പക്ഷെ നമ്മുടെ റൂൾ അനുസരിച്ച് വേറൊരു മെയിൻ ചെയിൻ. പേരിലുള്ള മെയിൻ ചെയിൻ ഇതാണ്, പക്ഷെ ഈ മെയിൻ ചെയിൻ ആണോ ശരിക്കുള്ള മെയിൻ ചെയിൻ നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച്? അല്ലല്ലോ. ഏതാ മെയിൻ ചെയിൻ വേണ്ടത്? പറ. 5 കാർബണാറ്റം ഉള്ളതാണ് മെയിൻ ചെയിൻ വേണ്ടത്. ഇതാണ് മെയിൻ ചെയിൻ വേണ്ടത്. ഇത് തെറ്റാണ്. ഇത് പോസിബിൾ അല്ല. 2 ഈഥൈൽ ബ്യൂട്ടീൻ പോസിബിൾ അല്ല. നമുക്ക് ഡയറക്റ്റ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല, ഒന്ന് എഴുതി നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് പറഞ്ഞു. ശരിക്കുള്ള പേരെന്താണ് അപ്പൊ? 3 മീഥൈൽ 3 മീഥൈൽ പെന്റേൻ കേട്ടോ. 3 മീഥൈൽ പെന്റേൻ ആണ് ശരിക്കുള്ള പേര്. എക്സാക്ട് ആയിട്ടുള്ള പേര് ഇതാണ് വേണ്ടത്, ഇതല്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ചെക്ക് ചെയ്യണം, ആൻസർ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം, നല്ലതാണ്. മെയിൻ ബ്രാഞ്ച് ഒക്കെ ആണോ വന്നേക്കണം എന്നൊക്കെ നോക്കണം, നല്ലതാണ്. പറഞ്ഞോ അബിൻ. സാർ ഈ ബ്രാഞ്ച് ഈത്തയിലാണെങ്കിൽ നമുക്ക് C2H3 എഴുതാൻ പറ്റുമോ? C2H3യോ? C2H5 എന്ന് എഴുതാം. C2H2 നോക്കി, ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ബ്രാഞ്ച് CH2 CH3 ആണല്ലോ. പിന്നെ ഇങ്ങനെ എഴുതാറുണ്ട്, പക്ഷെ അത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. C2H5 എന്ന് എഴുതാറുണ്ട്. 2 കാർബൺ 5 ഹൈഡ്രജൻ അല്ലേ? C2H5 എന്ന് എഴുതാറുണ്ട്. വേറെ എക്സാമ്പിൾ കുഴപ്പമാണോ? പറഞ്ഞോ. സാർ ബാലൻസ് ചെയ്ത് എങ്ങനെയാന്ന് അറിയാമോ? ഹൈഡ്രജനെ ബാലൻസ് ചെയ്തത് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞായിരുന്നോ? കാർബണിന്റെ ബാലൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. കാർബണിന്റെ വാലൻസി ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നോ? അപ്പൊ ഇത് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം, വേറെ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം ചെയ്ത എക്സാമ്പിൾ എടുക്കാം. 2 മീഥൈൽ ബ്യൂട്ടേൻ. ഇതിലെ മെയിൻ ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ട്. ബ്യൂട്ട് ആയതുകൊണ്ട് 4 കാർബണാറ്റം വരച്ചു. ANE സിംഗിൾ ബോണ്ട്. സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. സെക്കൻഡ് പൊസിഷൻ വേണമെങ്കിൽ ഇത് ഇട്ടോ. സെക്കൻഡ് പൊസിഷനിൽ CH3 ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യണത്, ഇനി ഹൈഡ്രജൻ വെച്ച് ബാലൻസ് ചെയ്യണത്, ഫസ്റ്റ് കാർബൺ എടുത്തു. ഈ കാർബണിൽ ഇപ്പൊ എത്ര ബോണ്ട് വന്നിട്ടുണ്ട്? എത്ര ബോണ്ട് ഓൾറെഡി ഉണ്ട്? ഒരു ബോണ്ട് ഉണ്ട്. ഇനി എത്ര ബോണ്ട് കൂടി വേണം? ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 ബോണ്ട് കൂടി വേണം. ആ 3 ബോണ്ട് ശരിക്കും ഇങ്ങനെ വരണത്. ആ 3 ബോണ്ടിന്റെ അറ്റത്ത് ഹൈഡ്രജനും വരും. നമ്മുടെ എളുപ്പത്തിന് നമ്മൾ അത്രയും കോംപ്ലിക്കേഷനിൽ പോവാണ്ട് H3 ഡയറക്റ്റ് എഴുതുവാണ്. ഇതുപോലെ അടുത്ത കാർബൺ എടുക്കണം. നെക്സ്റ്റ് കാർബൺ പറഞ്ഞോ. സാറേ സൈഡിലേക്ക് എഴുതുമ്പോൾ സ്ട്രക്ചർ ഫോർമുല ആവില്ലേ? സ്ട്രക്ചർ ഫോർമുല ആയി പോകും. സ്ട്രക്ചർ ഫോർമുല എഴുതിയെന്ന് വെച്ചാൽ കുഴപ്പം തെറ്റൊന്നുമില്ല കേട്ടോ, നല്ലതാണ് സ്ട്രക്ചർ ഫോർമുല എഴുതുന്നത്. പക്ഷെ സമയം പോവില്ലേ, നമ്മളത് ഒഴിവാക്കാറാണ് പതിവ്. ആരും സ്ട്രക്ചർ ഫോർമുല എഴുതാറില്ല. സ്കൂളും സ്ട്രക്ചർ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. സ്കൂളിൽ നിന്ന് എങ്ങനെ പറഞ്ഞത്? ഏതെങ്കിലും എഴുതാൻ മതി എന്നല്ല പറഞ്ഞത്, ആണോ? ഒരു സ്കൂളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാലും കണ്ടിന്യൂസ് ഫോർമുല എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഈ കോമ്പൗണ്ടിൽ അപ്പോൾ ഇവിടെ CH3 വന്നു. ഇതിന് അടുത്ത കാർബൺ നോക്കണം. അടുത്ത കാർബൺ നോക്കുമ്പോൾ നോക്കി, ഓൾറെഡി 3 ബോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബോണ്ട് കൂടി വയ്ക്കുക. ആ ബോണ്ടിന് പകരം നമ്മൾ ബോണ്ട് വരയ്ക്കാണ്ട് ഹൈഡ്രജൻ എടുക്കും. ഒരു ഹൈഡ്രജൻ എടുക്കും. പക്ഷെ അതിന്റെ ഇന്നർ മീനിങ് എന്താ? ഇവിടെ ഹൈഡ്രജന് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ബോണ്ട് വന്നിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെന്നാണ്. അതുപോലെ നമ്മൾ അടുത്ത കോമ്പൗണ്ട് എടുക്കും. അടുത്ത കോമ്പൗണ്ടിൽ 2 ബോണ്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി 2 ബോണ്ട് കൂടി വേണം. അതിന് 2 ഹൈഡ്രജൻ ഇടും. നെക്സ്റ്റ് വണ്ണിൽ ഒരു ബോണ്ട് വന്നിട്ടുണ്ട്. ബാക്കി 3 ബോണ്ട് കൂടി ഉണ്ട്. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത എക്സാമ്പിൾ എഴുതിക്കോ. 3 ഡൈ ഈഥൈൽ
3,3-diethyl pentane. 3,3-diethyl pentane. Diethyl pentane. ഷാറൂഖേ അറിയോ? പറ. Sir, C. എത്ര കാർബൺ ആദ്യം വരയ്ക്കണം? 5. 5 കാർബൺ വരച്ചു. അത് കഴിഞ്ഞിട്ടോ പറഞ്ഞോ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു. രണ്ടാമത്തെ അവിടെ C. രണ്ടാമത്തെ അവിടെ CH. രണ്ടാമത്തെ ആണോ? പൊസിഷൻ നോക്കിയൊന്ന്. എല്ലാ കാർബൺസിലും കേട്ടില്ല. എല്ലാ കാർബൺസിലും എല്ലാ കാർബൺസിലും എന്തെഴുതണമെന്ന്? സിയോ? ഞാൻ 5 കാർബൺ എഴുതി. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് പറ. അപ്രോപ്രിയേറ്റ് ബോണ്ട്സ് ഇടണം. ഏത് ബോണ്ട് ഇടേണ്ടത്? ബോണ്ടോ? CH ബോണ്ടോ? സിംഗിൾ ബോണ്ട് കേട്ടോ, സിംഗിൾ ബോണ്ട്. ഷാറൂഖ് ശ്രദ്ധയില്ല കേട്ടോ. പെന്റൈൻ ANE ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട്. ആൽക്കെയിൻ എന്നാണ് വന്നത്, ആൽക്കെയിൻ. സിംഗിൾ ബോണ്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ടോ ഷാറൂഖ് ബ്രാഞ്ചസ് മാർക്ക് ചെയ്യണം. എന്ത് ബ്രാഞ്ച് മാർക്ക് ചെയ്യണം? ബ്രാഞ്ച് ഏതൊക്കെ പൊസിഷനിലാണ് ഉള്ളത്? രണ്ടാമത്തേലാണോ? പേര് നോക്ക് ഷാറൂഖേ, നോക്കി പറ. ഈ ഇട്ടേക്കണ എന്ത് നമ്പർ അത്? 3. അപ്പൊ ഏത് പൊസിഷനിലാ ഇപ്പൊ ബ്രാഞ്ച്? 2 ആ? ഫസ്റ്റ് ഉണ്ടോ? ഷാറൂഖ് എങ്ങനെ പോയാൽ പറ്റൂല കേട്ടോ. എന്നാ വെച്ച് മെഷേഴ്സ് എടുത്തോളണം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കംപ്ലീറ്റ് ചെയ്തെന്ന് ആരാ കംപ്ലീറ്റ് ചെയ്യണം? അബ്ദുൽ അസീസ് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തേല് വരും. മൂന്നാമത്തേല് ഡൈയിൽ അപ്പൊ 2 CH3 വരും. മുകളിലും താഴെയും CH3 ആണോ? CH3 ആണോ? നോക്കി പറ. CH3 ആണോ? പേരെന്താ ബ്രാഞ്ചിന്റെ? CH2 രണ്ടെണ്ണം വരില്ല അത്? താഴെയും വരും. CH2 ഈ ബാക്കി ബാലൻസ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. നേരെ പറഞ്ഞു. CH3 CH2 പിന്നെ അപ്പുറത്ത് CH2 CH3. ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. സിമ്പിൾ അല്ലേ? മെയിൻ ചെയിൻ ആദ്യം എത്ര കാർബൺ ആയിട്ടുണ്ടോ എഴുതണം, അപ്രോപ്രിയേറ്റ് ബോണ്ട്സ് കൊടുക്കണം, ദെൻ ബ്രാഞ്ചസ് മാർക്ക് ചെയ്യണം, ദെൻ ഫൈനലി ബാലൻസ്. പറഞ്ഞോ ഇർഫാനെ. സർ CH2 ആൻഡ് CH3 സൈഡിലേക്ക് എഴുതി കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഈ CH3 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി വേണമെങ്കിൽ അബിൻ പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതാം. ഇതിനൊക്കെ പകരം C2H5 എന്ന് എഴുതാം. അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല എന്നുള്ളൂ. ഫുള്ളായിട്ട് എഴുതിക്കോ നിങ്ങൾ. ഇനിയിപ്പോ പിശുക്കണ്ട, ഫുള്ളായിട്ട് എഴുതിക്കോ. CH2 CH3 തന്നെ എഴുതിക്കോ. ഇനി ടെക്സ്റ്റ് ബുക്കിലായിട്ട് വന്നേ.
സംശയം എന്തെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇനി ബാക്കി അടുത്ത പേജ് നോക്കിക്ക്. നെക്സ്റ്റ് പേജ് 106. Can you represent the structure of a compound if its IUPAC name is given? അതാണ് നമ്മളിപ്പോ കണ്ടത്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഹൗ ക്യാൻ സ്ട്രക്ചർ ഓഫ് 2,3-dimethyl butane be written? 2,3-dimethyl butane എങ്ങനെ വരയ്ക്കാം? അവിടെ വരച്ചു വന്നിട്ട് ഇത് താഴെ ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ക്വസ്റ്റ്യൻസ് വായിച്ചു പോവാം. ഓക്കെ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ? മെയിൻ ചെയിൻ എത്ര കാർബൺ ഉണ്ട്? കൈ കൊണ്ട് കാണിച്ചോ. മെയിൻ ചെയിൻ എത്ര കാർബൺ ഉണ്ട്? 4. ബ്യൂട്ടൈൻ ആയതുകൊണ്ട് 4 കാർബൺ ഉണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റ് ദി മെയിൻ ചെയിൻ. മെയിൻ ചെയിനെ റെപ്രസെന്റ് ചെയ്തു സിംഗിൾ ബോണ്ട് യൂസ് ചെയ്തിട്ട്. വിച്ച് ആർ ദി ബ്രാഞ്ചസ്? ഏതൊക്കെയാണ് ബ്രാഞ്ചസ്? മീഥൈൽ. 2 മീഥൈൽ ബ്രാഞ്ച്. അപ്പൊ എഴുതിക്കോ 2 മീഥൈൽ ബ്രാഞ്ചസ്. 2 മീഥൈൽ ബ്രാഞ്ചസ് ഉണ്ട്. വാട്ട് ആർ ദി പൊസിഷൻസ്? പൊസിഷൻസ് ഏതൊക്കെയാ? 2, 3. 2,3. 2, 3. താഴെ അതിന്റെ സ്ട്രക്ചർ ഫുൾ എഴുതിയിട്ടുണ്ട്. സി ബ്രാഞ്ചസ് ഒക്കെ കൊടുത്തു, CH3 കൊടുത്തു. ബാക്കി ലാസ്റ്റ് സ്റ്റെപ്പ്. നൗ ലെറ്റ് us complete the structure by filling all the valencies of carbon with hydrogen. നമ്മുടെ ലാസ്റ്റ് റൂള് വാലൻസി കംപ്ലീറ്റ് ചെയ്യണം ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട്. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. CH3 CH3 മോളോട്ട് ആഡ് കിട്ടും. സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും CH3. ഇർഫാനെ പറഞ്ഞോ. ബാക്കിയുള്ളവരെ ടേബിൾ അതെ സെക്കൻഡ് കാർബണിൽ മീഥൈൽ കൊടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് കാർബണിൽ ഈഥൈൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് മെയിൻ ചെയിൻ ആയി പോകും. അത് നമ്മൾ കണ്ടത് നേരത്തെ നീ പറഞ്ഞ എക്സാമ്പിളിൽ 2 ഈഥൈൽ ബ്യൂട്ടൈൻ കണ്ടില്ലായിരുന്നോ? സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു CH3 രണ്ട് ഈഥൈൽ ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടില്ല. ഇർഫാനെ പിന്നെ താഴത്തേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പയിലൊന്നും ഇല്ല. നമുക്ക് മീഥൈൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ സെക്കൻഡ് പൊസിഷനിൽ. അതിന്റെ റീസൺ നമ്മൾ കണ്ടതാണ്. നോക്കി, നമ്മൾ ഇവിടെ ഒരു സെക്കൻഡ് പൊസിഷനിൽ CH3 കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി CH3ക്ക് പകരം CH2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് മെയിൻ ചെയിൻ ആയി പോകും. അല്ലെങ്കിൽ അതിനും വലിയൊരു കോമ്പൗണ്ട് CH2 കൊടുത്തു കഴിഞ്ഞാൽ അതും മെയിൻ ചെയിൻ ആയി പോകും. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ മീഥൈൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വരട്ടെ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി ഈ ടോപ്പിക്കിന്റെ ബേസ് ചെയ്തോ? സംശയം ഉണ്ട് പറഞ്ഞോ വെച്ചത്. സാർ ഈ രണ്ടാമത്തേൽ വന്നേക്കുന്ന CH3 താഴത്തോട്ടാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ പൊസിഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പൊസിഷൻ വരയ്ക്കാം. സ്പേസിലാണ്. സ്പേസിൽ അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഇരിക്കും. അത് പല ഡയറക്ഷനിലോട്ട് ഇരിക്കാം. ഓക്കെ, അത് ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. മുകളിലോട്ട് താഴത്തോട്ടോ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. അതിന് +1D ആണ്. ഹയാ പറഞ്ഞോ. സർ 105 പേജ് ചെയ്ത ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ IUPAC നെയിം ഒന്ന് പറയാമോ? പേജ് 105 105 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. IUPAC നെയിം 2,2-dimethyl propyl. 2,2-dimethyl propyl. അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. നാളെ സെയിം ടൈമിൽ ക്ലാസ് കൃത്യം നോക്കിയിട്ട് വരണം കേട്ടോ. താങ്ക് യു. ഗുഡ് നൈറ്റ്. അയാൻ പറഞ്ഞോ. അയാൻ സാർ, നമുക്ക് 2 ഈഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞ ഇല്ലാത്ത കോമ്പൗണ്ട് സ്ട്രക്ചർ ആണ് വരയ്ക്കാൻ പറഞ്ഞത്. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും.